കോഴിക്കോട് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് കല്ലാച്ചി സ്വദേശി അബോധാവസ്ഥയിലായി. മറ്റൊരു രോഗിക്ക് നൽകേണ്ട ഗുളിക മാറി നൽകിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഗുരുതരാവസ്ഥയിലായ കല്ലാച്ചി സ്വദേശി ചന്ദ്രനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ആശുപത്രി അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കോഴിക്കോട് നിന്നും അനീഷ് ദേവസ്യ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാമിനി. നാദാപുരം താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതര ഒരു ചികിത്സാ പിഴവുമായി ഒരു കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് രോഗിക്ക് ഗുളിക മാറി നൽകിയെന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത്. ഈ ഗുളിക മാറി നൽകിയതിനെ തുടർന്ന് ഈ രോഗി അബോധാവസ്ഥയിലാകുകയും തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ നാദാപുരം കല്ലാച്ചി സ്വദേശിയായ ചന്ദ്രനാണ് ഇത്തരത്തിലൊരു അവസ്ഥ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. മോളെ, ശരിക്കും എന്താണ് സംഭവിച്ചത്? അച്ഛന് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടാണ് നാദാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അതിനുശേഷം ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ അഡ്മിറ്റ് ആയത്, 16-ാം തീയതി. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അച്ഛൻ കുറച്ച് ബെറ്ററായി, ഫുഡ് കഴിക്കാൻ തുടങ്ങി, വെള്ളം കുടിക്കാൻ തുടങ്ങി, ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശനിയാഴ്ച ഇവർ ഉറക്ക ഗുളിക നൽകിയതിന് ശേഷം പിന്നീട് അച്ഛൻ എണീറ്റിട്ടില്ല, പിന്നീട് അബോധാവസ്ഥയിലാവുകയായിരുന്നു. അതിനുശേഷം ഞാൻ ചോദിച്ചു എന്തിനാണ് ഉറക്ക ഗുളിക കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ ബൈസ്റ്റാൻഡർ ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അച്ഛന് ഉറക്കിൻ്റെ ഇഷ്യൂ ഇല്ല, പേഷ്യൻറ്റും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് ഉറക്ക ഗുളിക കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അതിനൊരു ആൻസർ പറഞ്ഞില്ല. അപ്പോൾ ചോദിക്കുന്നവർ അവർ പറയുന്നത് എഴുതിയ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെയാണ് എഴുതിയ ഡോക്ടർ വന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും സാർ ഒരു ആൻസർ എനിക്ക് തന്നില്ല. അച്ഛൻ്റെ ക്യാഷ് ഷീറ്റിലെ ആ ഒരു മരുന്ന് എഴുതിയത് അവരത് വെട്ടിക്കളഞ്ഞു. അതിനുശേഷം പറഞ്ഞു കുറച്ച് കണ്ടീഷൻ മോശമാണ്, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. നിലവിൽ അച്ഛൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ ബെറ്ററായിട്ട് വരുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ ഇവിടുന്ന് അവർ ന്യൂമോണിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബട്ട് 8 ദിവസമായി ഞങ്ങൾ നാദാപുരം ഹോസ്പിറ്റലിൽ, ഈ 8 ദിവസം അവർക്ക് ന്യൂമോണിയ സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ന്യൂമോണിയ ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ തുടർ നടപടികൾ നിങ്ങൾ എന്താണ്, ആർക്കെങ്കിലും പരാതി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് ഞങ്ങൾ നാദാപുരം സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റേഷനിലും. ഈ നിലവിൽ രോഗിക്ക് ഗുളിക മാറി നൽകിയെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഉറക്ക ഗുളിക നൽകിയെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതേ തുടർന്ന് അദ്ദേഹം അബോധാവസ്ഥയിലാകുകയും ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ നാദാപുരം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി അവർ പരിഗണിച്ചില്ല എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. തുടർന്ന് പോലീസിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.